ഇന്ന് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും, അല്ലേ? ആണോ? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു ഗിഫ്റ്റാണോ? ആണോ? ആണ്. ഉറപ്പല്ലേ? ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. മേലിൽ അങ്ങനെ പറഞ്ഞേക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഒന്നല്ല, പ്രാർത്ഥിക്കാനുള്ള ഊർജമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 100 മീറ്ററോ 200 മീറ്ററോ 500 മീറ്ററോ അല്ലെങ്കിൽ മാരത്തോണോ ഓട്ടം ഓടിക്കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ട്രോഫിയാണോ പരിശുദ്ധാത്മാവ്? അല്ല. ഓടാനുള്ള ഊർജമാണ് പരിശുദ്ധാത്മാവ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്. വ്യക്തമായി അപ്പോസ്തല പ്രവർത്തനത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അല്ലേ? ഞാൻ ഒരു സഹായകനെ അയക്കാം. ആ സഹായകൻ കടന്നു വന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കും. സഹായകനാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, പൗത്രതയിൽ ജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ദാനമാണ് പരിശുദ്ധാത്മാവ്. അല്ലാതെ ആരുടെയും കുത്തകയല്ല. ഹല്ലേലൂയ. ആരുടെയെങ്കിലും കുത്തകയാണെന്ന് വിചാരിക്കുന്നുള്ളവര് ഇപ്പോഴേ മാറ്റിക്കോ. ഇത് ആരുടെയും കുത്തകയല്ല. അതാ കർത്താവ് ആദ്യമേ പറഞ്ഞത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, ഒരാൾ പോലും കുറയാതെ. പക്ഷെ എല്ലാവരും എൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി മാറണം. എപ്പോ? ദാസനും ദാസിയും. ഹല്ലേലൂയ.